وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ മഹത്തായ ദീനി സ്ഥാപനത്തിലെ ഭാരവാഹികളെ, പ്രവർത്തകന്മാരെ, ശ്രോതാക്കളെ, മതം ഗുണകാംക്ഷയാണ് എന്ന ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ കൃത്യമായി അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സംസ്ഥാനതല ക്യാമ്പയിനിൻ്റെ സമാപനം ഇനി മെയ് മാസത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമ്മേളനത്തിലാണ് നാം ഉള്ളത്. കണ്ണൂർ ജില്ലയിലെ പാനൂരിനടുത്തുള്ള എലാങ്കോട് പ്രദേശത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലേക്ക് ക്ഷണിക്കുന്ന, അതിൻ്റെ കൃത്യമായ വശങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്ന സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് എല്ലാ ആളുകൾക്കും അറിയാം. അനാഥകളും അഗതികളുമായ ധാരാളക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ മഹത്തായ സ്ഥാപനത്തിലൂടെ അല്ലാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കുവാൻ അവർക്ക് അവസരം ലഭിക്കുകയാണ്. അല്ലാഹു ഈ സ്ഥാപനത്തെ കൂടുതൽ കൂടുതൽ പുരോഗതിയിലേക്ക് എത്തിക്കുകയും ദീനുൽ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുവാനുള്ള കരുത്തുറ്റ പ്രതിഭകളെ ഈ സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടാകുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം പരലോകത്ത് രക്ഷപ്പെടണം, മരണാനന്തര ജീവിതം സമാധാനപൂർണമാവണം എന്നതാണ്. മുസ്ലിമീങ്ങളായ നാം എല്ലാവരും നമ്മുടെ പ്രാർത്ഥനകളിൽ
എപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കുന്നു, അള്ളാഹുവേ, ഈ ലോകത്ത് നീ ഞങ്ങൾക്ക് നന്മ തരണം, പരലോകത്തും നീ ഞങ്ങൾക്ക് നന്മ തരണം, നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കുകയും ചെയ്യണമേ എന്ന്. നമ്മുടെ എല്ലാവരുടെയും ആ ആഗ്രഹം നരകത്തീയിൽ നിന്ന് രക്ഷപ്പെടുക, അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ള നിത്യ സൗഭാഗ്യത്തിൻ്റെ സ്വർഗീയാരാമത്തിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുക എന്നതാണ്. അത് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല നമുക്കുള്ളത്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഇണകൾ, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ അയൽക്കാർ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ സമൂഹം മുഴുവനും, അവരെല്ലാവരും നരകത്തീയിൽ നിന്ന് രക്ഷപ്പെടണം. അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് നിത്യ സൗഭാഗ്യത്തിൻ്റെ സ്വർഗം ലഭിക്കണം. ആ മോഹം, ആ ആഗ്രഹം, ആ പ്രതീക്ഷ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ടതാണല്ലോ. മതത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും നേരിന്റെ പാത കാണിച്ചു കൊടുക്കുവാനുള്ള സമാധാനത്തിന്റെ മതമാണ്. കലാപമുണ്ടാക്കുകയോ കുഴപ്പങ്ങളുണ്ടാക്കുകയോ ബഹളമയമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയോ ചെയ്യുക എന്നത് മുസ്ലിമിന്റെ ജോലിയല്ല. മുസ്ലിമീങ്ങൾ അത്തരക്കാരുമല്ല. ഇസ്ലാമിന്റെ പേരിൽ രാജ്യത്ത് തീവ്രവാദവും കലാപവുമൊക്കെ പ്രചരിപ്പിക്കുന്ന കക്ഷികളുണ്ട്, സംഘടനകളുണ്ട്. ഇസ്ലാമികമായ അധ്യാപനങ്ങൾ ഗ്രഹിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് അത്തരം ആളുകളിലും അത് സംഭവിക്കുന്നത് എന്നതിനാൽ അവരോടും ഗുണകാംക്ഷാപൂർവം നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇസ്ലാമിനെ വികലമായി ചിത്രീകരിക്കരുത് എന്നാണ്. ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ മഹാന്മാരായ പ്രവാചകന്മാർ പഠിപ്പിച്ചിരുന്ന ആ രൂപത്തിൽ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് സമാധാനമേ ഉണ്ടാവുകയുള്ളൂ എന്ന ശാശ്വതമായ സത്യത്തെയാണ് ഏത് വിഭാഗത്തിൽ, ഏത് മതത്തിന്റെ ആളുകൾ തീവ്രവാദികളാകുന്നുണ്ടെങ്കിലും അവരോടെല്ലാം ഗുണകാംക്ഷ മനസ്ഥിതിയോടുകൂടി ഒരു മുസ്ലിമിന് പറയാനുള്ളത്. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം ഒന്ന് മാത്രമേയുള്ളൂ. അത് പറയുന്നത് വർഗീയതയല്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിന്റെ അടുക്കൽ മതം എന്ന് പറയുന്നത് ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞല്ലോ, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാമല്ലാത്ത ഒന്നിനെ ഒരാൾ ദീനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ, ഇസ്ലാമല്ലാത്തവർ മതത്തെ മതമായി കൊണ്ടാരെങ്കിലും ഉൾക്കൊള്ളുകയാണെങ്കിൽ അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടുന്നതല്ല. പാരത്രിക ജീവിതത്തിൽ അവന് പരാജയമാണ് കിട്ടാൻ പോകുന്നത്. ഈ ഒരു ശാശ്വതമായ സത്യം പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹു, എല്ലാ സൃഷ്ടികളുടെയും സ്രഷ്ടാവായ റബ്ബുൽ ആലമീൻ ഈ ലോകത്തോട് പറഞ്ഞത്, ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യരും ഇസ്ലാം എന്താണെന്ന് പഠിക്കാനാണ്, ഇസ്ലാം എന്താണെന്ന് ഗ്രഹിക്കാനാണ്. ഇസ്ലാമിന്റെ നിയമങ്ങളെ കേട്ടുകേൾവിയും ഊഹാപോഹങ്ങളിലൂടെയുമല്ല, ഇസ്ലാം എന്താണെന്ന് അതിൻ്റെ പ്രമാണങ്ങളിലൂടെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ ഇസ്ലാമല്ലാത്ത ഒരു പ്രത്യയശാസ്ത്രത്തിനും ഒരു മതത്തിനും മനുഷ്യന്റെ ശാശ്വതമായ മോക്ഷത്തെ ഓഫർ ചെയ്യാൻ സാധ്യമല്ല എന്ന സത്യം അവൻ അംഗീകരിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്ലാം ഗുണകാംക്ഷയാണ്, അല്ലെങ്കിൽ മതം ഗുണകാംക്ഷയാണ് എന്ന് പറയുമ്പോൾ എന്റെയും നിങ്ങളുടെയുമൊക്കെ മനസ്സിലുണ്ടായിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം എന്താണ്? മതം ഗുണകാംക്ഷയാണെന്ന് പറയുമ്പോൾ ആ മതത്തിലെ മെമ്പറാണല്ലോ ഞാൻ,
ഞാനൊരു മുസ്ലിമാണല്ലോ, ഞാൻ മുസ്ലിമാണെന്ന് എൻ്റെ റബ്ബിനോട് ഞാൻ പറയുന്നുവല്ലോ. നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടി നിന്നാൽ അള്ളാഹുവിനോട് നമ്മൾ പറയുന്നല്ലോ, വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്. അങ്ങനെ മുസ്ലിമാണെന്ന് നമ്മൾ 5 നേരം പ്രഖ്യാപിക്കുന്നു. മുസ്ലിമാണെന്നതിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു. അങ്ങനെ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും മുസ്ലിമാണ് ഇതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നുവെങ്കിൽ, ഓ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ബാധ്യതയുണ്ട്. അതെന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണത്. ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരല്ലോ, ഞാൻ മാത്രം ഈ ഇസ്ലാമിനെ അംഗീകരിച്ചാൽ പോരല്ലോ. ഈ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങളെ അത് മനസ്സിലാക്കിയിട്ടില്ലാത്ത ജനതയോട്, അവർ ഏതു വിഭാഗക്കാരായിരുന്നാലും, മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞു നടക്കുന്നവരാണെങ്കിലും, ഇനി അതല്ല മുസ്ലിമീങ്ങളാണെങ്കിലും ആരാവട്ടെ, എല്ലാവരോടും ഞാൻ മനസ്സിലാക്കിയ സത്യം ഉപദേശിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അതിലേക്ക് അവരെ ക്ഷണിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ മുഴുവനും ഗുണകാംക്ഷികളായിരിക്കണം. മുസ്ലിമീങ്ങൾ മുഴുവനും മറ്റുള്ളവർക്കും രക്ഷ കിട്ടണം എന്ന മോഹമുള്ളവനാകണം. മുസ്ലിമീങ്ങൾ ഒരിക്കലും സ്വാർത്ഥ താല്പര്യക്കാരാവരുത്. ഞാൻ രക്ഷപ്പെട്ടാൽ മതി, എൻ്റെ കുടുംബം രക്ഷപ്പെടണ്ട, എൻ്റെ മക്കൾ രക്ഷപ്പെടണ്ട, എൻ്റെ നാട്ടുകാരെങ്ങനെയോ ജീവിച്ചോട്ടെ, എൻ്റെ അയൽക്കാർ എങ്ങനെയോ ജീവിച്ചോട്ടെ, ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, ഞാനൊരു കുഴപ്പത്തിനും പോകണ്ട. കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോ, സത്യം തുറന്നു പറയുമ്പോ, ജനങ്ങൾക്ക് ഇഷ്ടമല്ലാതെ വരുമ്പോ, അവരിൽ നിന്ന് വെറുപ്പ് കാണുമ്പോ, അവരിൽ നിന്ന് പരിഹാസങ്ങൾ കാണുമ്പോ, ഞാൻ എന്തിന് ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ കൂട്ടുനിൽക്കണം, ഞാൻ നന്നായി ജീവിച്ചാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന മേഖലകളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ചെറുപ്പക്കാരില്ലേ, വിട്ടുനിൽക്കുന്ന ചെറുപ്പക്കാരികളില്ലേ, വിട്ടുനിൽക്കുന്ന സഹോദരീ സഹോദരന്മാരില്ലേ, നാം ആലോചിക്കേണ്ടതുണ്ട്. എനിക്കും നിങ്ങൾക്കും നരകത്തെ പേടിയാണോ? നമുക്ക് നരകം കിട്ടരുതെന്ന് നമ്മുടെ മനസ്സിൽ മോഹമുണ്ടോ? എങ്കിൽ അതേ ഗുണകാംക്ഷ മനസ്ഥിതി, അതേ ആഗ്രഹം നാമുമായി ബന്ധപ്പെടുന്നവർ ആരൊക്കെയുണ്ടോ അവരുടെയെല്ലാം കാര്യത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അത് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ അങ്ങനെയായിരുന്നു. ഈ ലോകത്തേക്ക് നിയുക്തരായ ധാരാളം പ്രവാചകന്മാരില്ലേ? ആ പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രം ഖുർആൻ പറയുന്നിടത്ത് മഹാന്മാരായ പ്രവാചകന്മാരതാ അവരുടെ ജനങ്ങളോട് വഅ്ള് പറയുമ്പോ, അവരുടെ ജനങ്ങളോട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോ, ആ ജനങ്ങളോട് വെറുപ്പ് കൊണ്ടായിരുന്നില്ല, ജനങ്ങളോട് ദേഷ്യം തീർക്കലല്ല, മറിച്ച് ആ പ്രവാചകന്മാരതാ ആ ജനങ്ങളോട് പറയുന്ന വാചകങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് അറിയിച്ചു തരികയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ 950ഓളം കൊല്ലമതാ തന്റെ ജനങ്ങളോട് വഅ്ള് പറയുകയാണ്, തന്റെ ജനങ്ങളിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുകയാണ്. ആ പ്രബോധനം നിർവഹിക്കുന്ന ഘട്ടത്തിൽ മഹാനവറുകൾ ആ ജനങ്ങളോട് പറഞ്ഞ വാചകം എന്താണ്? ഉബല്ലിഗുകും റിസാലാത്തി റബ്ബീ വഅൻസഹു ലക്കും വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. ഞാൻ നിങ്ങൾക്കിതാ എൻ്റെ റബ്ബിന്റെ സന്ദേശങ്ങളെ എത്തിച്ചു തരികയാണ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഞാൻ എൻ്റെ റബ്ബിന്റെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരികയാണ്. നിങ്ങളോട് വെറുപ്പ് കൊണ്ടല്ല, നിങ്ങളോട് ദേഷ്യം കൊണ്ടല്ല നിങ്ങളോട് ഈ സത്യം പറയുന്നത്. വഅൻസഹു ലക്കും, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ്, ഞാൻ നിങ്ങൾക്ക് ഗുണം വരണം എന്നാശിക്കുന്നയാളാണ്. അങ്ങനെ നിങ്ങളിൽ ഒരാളായി ജീവിച്ച് നിങ്ങളോട് ഇപ്പൊ ഞാൻ ഈ സത്യം പറയാൻ എനിക്കെന്താ യോഗ്യത? വഅഅലമു മിനല്ലാഹ്, അള്ളാന്റെ അടുക്കൽ നിന്ന് എനിക്ക് അറിവുണ്ട് ജനങ്ങളെ. മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് ഞാൻ അറിയുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടാത്ത നിലക്കുള്ള വിവരങ്ങളും ഇൽമുകളും എന്റെ റബ്ബെനിക്ക് വഹി അറിയിച്ചു തരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനിതാ നിങ്ങളോട് ഈ സത്യം പറയുകയാണ് എന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു.
ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇതേ കാര്യം തന്നെ പറയുന്നു. ഹൂദ് നബി അലൈഹിസ്സലാം പറയുകയാണ്, ഉബല്ലിഗുകും റിസാലാത്തി റബ്ബീ വ അന ലക്കും നാസിഹുൻ അമീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഹൂദ് അലൈഹിസ്സലാം ആ ജനങ്ങളോട് പറയുന്നു, ഞാൻ എന്റെ റബ്ബിന്റെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിമീങ്ങളെ, ഉമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, ഇതെല്ലാവരുടെയും ഒരു ബാധ്യതയാണ്. ഞാനും നിങ്ങളുമൊക്കെ ഇസ്ലാമിന്റെ സന്ദേശം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതെത്തിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഞാൻ നന്നായാൽ പോരാ, മറ്റുള്ളവരോടും ഈ സത്യം പറയേണ്ട കടമ എനിക്കുണ്ട്. ഹൂദ് അലൈഹിസ്സലാം പറയുന്നത് നോക്കൂ, എന്റെ റബ്ബിന്റെ സന്ദേശം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരികയാണ്. വ അന ലക്കും നാസിഹുൻ അമീൻ. എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം, ഞാൻ വിശ്വസ്തനാണ്, ഞാൻ നിങ്ങളെ ചതിക്കില്ല. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് ഗുണകാംക്ഷയുള്ളവനാണ്. നിങ്ങളോട് എനിക്ക് വെറുപ്പില്ല, നിങ്ങളോട് വിദ്വേഷമില്ല, നിങ്ങളോട് പകയില്ല. നിങ്ങളോട് ഈ സത്യം ഞാൻ പറയുന്നത് നിങ്ങളോട് സ്നേഹം കൊണ്ടാണ്. ഹൂദ് അലൈഹിസ്സലാമിന്റെ വാചകം. അതേപോലെ തന്നെ സ്വാലിഹ് അലൈഹിസ്സലാം, അതുപോലെ തന്നെ ശുഐബ് അലൈഹിസ്സലാം, ഈ പ്രവാചകന്മാരെ സംബന്ധിച്ചും ഖുർആൻ പറയുന്നിടത്ത് എത്രയോ ജനങ്ങളെ ഉപദേശിച്ചിട്ടും ആ ജനങ്ങൾ സ്വാലിഹ് അലൈഹിസ്സലാമിന്റെ കൽപ്പനകൾക്ക് അനുസരിക്കാതെ തെമ്മാടിത്തം നാട്ടിൽ പ്രവർത്തിച്ചപ്പോ ആ നാട്ടുകാർ ശിക്ഷിക്കപ്പെടുന്ന നേരത്ത് സ്വാലിഹ് അലൈഹിസ്സലാം അവരോട് സങ്കടത്തോട് പറയുകയാണ്, യാ ഖൗമി ലഖദ് അബ്ലഗ്തുകും റിസാലത റബ്ബീ വനസഹ്തു ലക്കും വലാകിൻ ലാ തുഹിബ്ബൂനൻ നാസിഹീൻ. എന്റെ ജനങ്ങളെ, ഞാൻ നിങ്ങൾക്ക് എന്റെ റബ്ബിന്റെ സന്ദേശം എത്തിച്ചു തന്നില്ലയോ? വനസഹ്തു ലക്കും, ഞാൻ നിങ്ങളോട് ഗുണകാംക്ഷയോടെയാണ് സംസാരിച്ചത്. നിങ്ങൾ നന്നാവണം എന്ന ചിന്തയെ എനിക്കുണ്ടായിട്ടുള്ളൂ. പക്ഷേ വലാകിൻ ലാ തുഹിബ്ബൂനൻ നാസിഹീൻ, നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി നിങ്ങളോട് വഅ്ള് പറയുന്നവരോട്, നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി നിങ്ങളോട് ഉപദേശിക്കുന്നവരോട് പോലും നിങ്ങൾക്ക് വെറുപ്പാണല്ലോ, നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ലല്ലോ. സ്വാലിഹ് അലൈഹിസ്സലാം സങ്കടത്തോടെ ജനങ്ങളെ വിളിച്ചു പറയുന്നു. ഇതുപോലെ തന്നെ ശുഐബ് നബി അലൈഹിസ്സലാമും അതാ ആ നാട്ടുകാര് ശിക്ഷിക്കപ്പെട്ടപ്പോ അവരെ നോക്കിക്കൊണ്ട് പറയുകയാണ്, യാ ഖൗമി ലഖദ് അബ്ലഗ്തുകും റിസാലത റബ്ബീ വനസഹ്തു ലക്കും ഫകൈഫ അസാ അലാ ഖൗമിൻ കാഫിരീൻ. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനങ്ങളോട് പറയുന്നു, എന്റെ ജനങ്ങളെ, എന്റെ റബ്ബിന്റെ സന്ദേശം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നു. നിങ്ങൾക്ക് ഞാൻ ഗുണമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, നിങ്ങളോട് ഞാൻ സ്നേഹമേ പ്രകടിപ്പിച്ചിട്ടുള്ളൂ. എന്നിട്ടും നിങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഫകൈഫ ആസാ അലാ ഖൗമിൻ കാഫിരീൻ, കാഫിറുകളായ ഒരു ജനതയുടെ പേരിൽ ഞാൻ ഇനി എന്തിനു ദുഃഖിക്കണം, ഇനി എനിക്കെന്തിനു ദുഃഖിക്കണം എന്ന് മഹാനവറുകൾ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ കേട്ടതെന്താണ്? മഹാന്മാരായ പ്രവാചകന്മാർ, അവരാണല്ലോ നമ്മുടെ നേതാക്കന്മാർ. ആ നേതാക്കന്മാർ അവർ നിയോഗിക്കപ്പെട്ട ജനങ്ങളോട് വളരെ ഗുണകാംക്ഷയോടുകൂടി സ്നേഹത്തോടുകൂടി ദീന് പറഞ്ഞവരാണ്, വളരെ സ്നേഹത്തോടുകൂടി ദീനിലേക്ക് ക്ഷണിച്ചവരാണ്. അങ്ങനെ മനുഷ്യർക്ക് മുഴുവനും നന്മ വരണമെന്നവർ അതിയായി ആഗ്രഹിച്ചവരാണ്. ആ ആഗ്രഹത്തെ കൃത്യമായി തന്നെ അവരുടെ ജനങ്ങളുടെ മുമ്പിൽ അവർ പ്രകടിപ്പിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ വരുന്ന എല്ലാ രൂപത്തിലുള്ള പ്രയാസങ്ങളെയും അവർ സഹിച്ചവരാണ്. നിങ്ങൾ നോക്കൂ, സത്യം പറയുന്ന ജനങ്ങളോട് ജനങ്ങൾക്കെന്നും വെറുപ്പാണ്. മഹാന്മാരായ പ്രവാചകന്മാര്, ആ പ്രവാചകന്മാര് ജനങ്ങളോട് സത്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ, ജനങ്ങളോട് വളരെ നയത്തിലല്ലേ സംസാരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, രാജ്യത്തുടനീളം കേരളത്തിലതാ പല സ്ഥലങ്ങളിലും മുജാഹിദുകൾ ജനങ്ങളോട് ഇതാ കൃത്യമായിട്ട് ദീനിന്റെ സന്ദേശങ്ങൾ പറയുമ്പോ പലർക്കും അത് സഹിക്കാനാകുന്നില്ല. പലരും അതാ മുജാഹിദുകളുടെ സ്റ്റേജുകളെ എറിഞ്ഞു തകർക്കുന്നു, മുജാഹിദ് പ്രഭാഷകന്മാരെ കയ്യേറ്റം ചെയ്യുന്നു, പ്രവർത്തകന്മാരെ കയ്യേറ്റം ചെയ്യുന്നു, പരിപാടികൾ അലങ്കോലപ്പെടുത്തുന്നു. രാജ്യത്തുടനീളം ഇന്നത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ചില സംഘടനകൾ. എന്താണ് എല്ലാവർക്കും ഇത്ര വെറുപ്പ് ഈ പ്രസ്ഥാനത്തോട്?
ചില ആളുകളൊക്കെ പറയും, നിങ്ങൾക്ക് കല്ലേറ് കിട്ടുന്നുവെങ്കിൽ, നിങ്ങളുടെ പരിപാടികൾ അലങ്കോലപ്പെടുത്തുന്നുവെങ്കിൽ അത് നിങ്ങളുടെ കയ്യിരിപ്പിന്റെ മോശമാണ്, നിങ്ങളുടെ പ്രസംഗത്തിലെ നയത്തിന്റെ കുറവാണ് എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. പറയാറുണ്ടല്ലോ. അത്തരം ഘട്ടങ്ങളിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്താണ് മഹാന്മാരായ പ്രവാചകന്മാരുടെ പോലും ചരിത്രം? മഹാന്മാരായ പ്രവാചകന്മാർക്ക് അവർ ഇസ്ലാമിനെ ദഅവത്ത് നടത്തുമ്പോ എന്തിന്റെ കമ്മിയാണ് അവർക്കുണ്ടായിരുന്നത്? അവർ ആരെയെങ്കിലും അധിക്ഷേപിച്ചവരാണോ? അവർ ഇസ്ലാമികമായി എങ്ങനെയാണ് ജനങ്ങളെ ക്ഷണിക്കേണ്ടത് എന്ന് അറിവില്ലാത്തവരായിരുന്നുവോ? ഒരിക്കലുമല്ല. അള്ളാന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി ദീന് പറഞ്ഞവരാണ് പ്രവാചകന്മാര്. എന്നിട്ടും നിങ്ങൾ കണ്ടിട്ടില്ലേ, എന്നിട്ടും നിങ്ങൾ കേട്ടിട്ടില്ലേ, എത്രയോ മഹാന്മാരായ പ്രവാചകന്മാര് കൊലക്കത്തിക്കിരയായിട്ടുണ്ട്, അമ്പിയാക്കളെ അന്യായമായി കൊന്നുകളഞ്ഞിട്ടുണ്ട്, ഒരുപാട് പ്രവാചകന്മാരെ വധിച്ചു കളഞ്ഞിട്ടില്ലേ? വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, യാതൊരു ന്യായവുമില്ലാതെ അമ്പിയാക്കളെ നിങ്ങൾ കൊന്നുകളഞ്ഞില്ലേ എന്ന് അത്തരം സമൂഹത്തോട് വിശുദ്ധ ഖുർആൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തന്നെ ചരിത്രം നോക്കൂ. അവിടുന്ന് മക്കയിൽ സ്വീകാര്യനായിരുന്നുവല്ലോ. അൽ അമീൻ എന്ന പേരാണല്ലോ കിട്ടിയത്, വിശ്വസ്തൻ എന്ന പേരാണല്ലോ കിട്ടിയത്. എന്നിട്ടും ആ നാട്ടിലെ ജനങ്ങളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശം അങ്ങ് തുറന്നു പറഞ്ഞപ്പോ അതുവരെ സ്നേഹിച്ച പലരും റസൂലുള്ളാഹിനെ തള്ളി പറഞ്ഞില്ലേ? അതുവരെ റസൂലുള്ളാഹിനെ സ്നേഹിച്ച പലരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അധിക്ഷേപിച്ചില്ലേ? മാത്രമല്ല, നബി തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ശത്രുക്കൾ പറഞ്ഞില്ലേ, നീ നാട്ടില് കുഴപ്പമുണ്ടാക്കാൻ വന്നവനാണ്, അൻതല്ലദീ ഫറഖ്ത ജമാഅതനാ, ഈ നാട്ടിലെ ഐക്യത്തെ തകർത്തവനാണോ മുഹമ്മദേ നീ ഞങ്ങളുടെ ജനങ്ങളെ ഭിന്നിപ്പിച്ചവനാണ്. ഒന്നിച്ചു നിൽക്കുന്ന വീടുകളിൽ മക്കളെയും ബാപ്പയെയും പരസ്പരം തമ്മിൽ തല്ലിച്ചവനാണ്, രാജ്യത്ത് കലാപമുണ്ടാക്കിയവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും അറേബ്യൻ മുശ്രിക്കുകൾ പറഞ്ഞില്ലേ? നിങ്ങൾ നോക്കൂ, അതുപോലെ തന്നെ അവര് പറഞ്ഞില്ലേ, നീ ഞങ്ങളുടെ ഇലാഹുകളെ ചീത്ത വിളിച്ചവനാണ്, നിനക്ക് അവരുടേതായ ദോഷങ്ങൾ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അധിക്ഷേപിച്ചില്ലേ? എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഹബീബായ നബി തങ്ങളോട് ഇങ്ങനെ പറയുമ്പോ നമുക്കറിയില്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെയും ആരാധ്യന്മാരെ ചീത്ത വിളിച്ചിട്ടില്ല, സമൂഹത്തിൽ അവിടുന്ന് ആളുകളെ തമ്മിലടിപ്പിച്ചിട്ടില്ലല്ലോ. ഭിന്നിച്ചു നിൽക്കുന്ന കക്ഷികളെ ഐക്യത്തിന്റെ ഏറ്റവും വലിയ മുത്തുമാലയിൽ കോർത്തിണക്കാണാണല്ലോ മഹാനായ നബി തങ്ങൾ വന്നത് തന്നെ. അങ്ങനത്തെ നബിയോട് ശത്രുക്കൾ പറഞ്ഞില്ലേ, നിങ്ങൾ ഞങ്ങളുടെ ഇലാഹുകളെ ചീത്ത പറഞ്ഞയാളാണ്, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ ഐക്യം തകർത്തവനാണെന്ന് പറയുമ്പോ നബി തങ്ങൾ എന്തേ അവരുടെ മുമ്പിൽ ചെയ്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ആരെയും ഭയപ്പെടാതെ അള്ളാന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ നബി തങ്ങൾ അങ്ങ് വിശദീകരിച്ചു കൊടുത്തപ്പോ ആ ജനങ്ങൾക്കത് സഹിച്ചില്ല. അവര് പാരമ്പര്യമായി വിശ്വസിച്ചു പോന്നിരുന്ന പലതിനും അതെതിരായിരുന്നു. അവരുടെ ബാപ്പ ഉപ്പാപ്പമാര് വിശ്വസിച്ചിരുന്ന ആചരിച്ചിരുന്ന പല കാര്യങ്ങൾക്കും നബി തങ്ങൾ പറയുന്ന വാദങ്ങളിലെതിരായിരുന്നു. അത് കേട്ടപ്പോൾ അവർക്ക് സഹിക്കാനായില്ല. അതുകൊണ്ടാണ് അവർ റസൂലുള്ളാഹിനെ അധിക്ഷേപിച്ചത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും ദിവസങ്ങളോളം പച്ചവെള്ളവും പച്ചിലയും മാത്രം കഴിച്ചുകൊണ്ട് ശഅബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ അവിടുന്ന് താമസിക്കേണ്ടി വന്നില്ലേ? മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വെള്ളം മുടക്കിയില്ലേ, ഭക്ഷണം മുടക്കിയില്ലേ, സഹായം മുടക്കിയില്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും കുടുംബവും ശഅബ് അബീ താലിബ് എന്ന പേരുള്ള മക്കയിലെ മലഞ്ചെരുവിൽ ഒറ്റക്ക് താമസിക്കേണ്ടി വന്നില്ലേ? ഭക്ഷണം പോലും കിട്ടാതെ പ്രയാസപ്പെട്ട് പച്ചിലകൾ മാത്രം ഭക്ഷിച്ചിട്ട് ആടുകൾ കാഷ്ടിക്കും പോലെയാണ് ഞങ്ങളന്ന് കാഷ്ടിച്ചിരുന്നത് എന്നവരെ ആ രംഗത്തിന് സാക്ഷികളായ മഹാന്മാര് രേഖപ്പെടുത്തിയില്ലേ? ചിന്തിച്ചു നോക്കൂ, എന്ത് തെറ്റാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചെയ്തത്?
ഒന്നും ചെയ്തിട്ടില്ല. അവിടുന്ന് എന്തേ ചെയ്തിട്ടുള്ളൂ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് കൃത്യമായിട്ട് അങ്ങ് തുറന്നു പറഞ്ഞു. അതാണ് ഇന്നും സംഭവിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് നിങ്ങളൊരു നാട്ടിൽ വിശദീകരിച്ചാൽ തന്നെ നിങ്ങളാരെയും ചീത്ത പറയണ്ട, ഒരു ഭിന്നിപ്പിനും നിങ്ങൾ പോകണ്ട. പക്ഷേ പിറ്റേന്ന് പേരെന്താണ്? അതാ ഇവരുടെ പ്രവർത്തനം കാരണത്താൽ നാട്ടിൽ ഭിന്നിപ്പാണ്, ബാപ്പമാരും ഉമ്മമാരും തമ്മിലടിയാണ്, മക്കളും ബാപ്പയും തമ്മിൽ സ്വരച്ചേർച്ചയില്ല, വീടുകളില്ലതാ പരസ്പരം പോരാണ്, നാട്ടുകാർ തമ്മിൽ തല്ലിയില്ലേ, ഒന്നിച്ചു നിൽക്കുന്ന പള്ളി മഹല്ല് രണ്ടായില്ലേ, മദ്രസകളിൽ ഇടച്ചുമര് വന്നില്ലേ, അങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങൾ കേൾക്കുമ്പോ ആ രംഗത്ത് നിന്നൊക്കെ മാറിപ്പോകല്ല ചെറുപ്പക്കാരെ. അള്ളാന്റെ ദീന് പറയുമ്പോ അതാർക്ക് ഇഷ്ടമല്ലെങ്കിലും, ആര് പരിഹസിച്ചാലും, ആർക്ക് എതിർപ്പുണ്ടെങ്കിലും, എത്ര പീഡനങ്ങളുണ്ടെങ്കിലും ഈ രംഗത്ത് നിന്ന് ഇട്ടെറിഞ്ഞു പോകാൻ പാടില്ല. ഇതെന്റെ സർവ്വ മുസ്ലിമീങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. ഈ പ്രദേശത്തുള്ള പ്രത്യേകിച്ച് ഈ ശബ്ദം ശ്രവിക്കുന്ന സർവ്വ മുസ്ലിമീങ്ങളോടും പറയട്ടെ, ഇസ്ലാമിൽ നേരെ തെറ്റിദ്ധരിക്കുന്ന കാലഘട്ടമാണ്. നിങ്ങൾ ഒരു കാര്യം വിചാരിക്കണം, ഞാനിതൊക്കെ പഠിച്ച് മനസ്സിലാക്കി എന്നതുകൊണ്ട് നമ്മുടെ മക്കൾ നന്നാകുമോ? നമ്മുടെ വളർന്നു വരുന്ന തലമുറ ഈ പ്രകാശം ഏറ്റെടുക്കേണ്ടതില്ലേ? എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാം, ശിർക്ക് എന്താണെന്നറിയാം, തൗഹീദ് എന്താണെന്നറിയാം, സുന്നത്ത് എന്താണെന്നറിയാം, ബിദ്അത്തുകൾ എന്താണെന്നറിയാം, ഞാനതൊന്നും ചെയ്യാറുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയ്യും കെട്ടി ഒരു ഭാഗത്തിരുന്നാൽ വരുന്ന തലമുറയ്ക്ക് ഈ സത്യം ആര് പകർന്നു കൊടുക്കും? വരുന്ന തലമുറയിൽ നിങ്ങൾ ഉണ്ടാകുമോ? ഞാനുണ്ടാകുമോ? നമ്മുടെ കഴിഞ്ഞ തലമുറ പ്രവർത്തിച്ചത് കൊണ്ടല്ലേ നമുക്ക് ഈ സത്യം മനസ്സിലാക്കാനായത്. നമ്മൾ പ്രവർത്തിച്ചാലല്ലേ നമ്മുടെ മക്കൾക്കറിയാനാകൂ. അവര് പ്രവർത്തിച്ചിട്ട് വേണ്ടേ അടുത്ത തലമുറ ഈ സത്യം ഗ്രഹിക്കാൻ. അതൊക്കെ എനിക്കെന്റെ കച്ചവടമാണ് വലുത്, എന്റെ ജോലിയാണ് വലുത്, എന്റെ ബിസിനസ്സാണ് വലുത്, അതിലപ്പുറം എനിക്ക് ദീനിന്റെ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ നേരമില്ല. അത് പ്രവർത്തിക്കാൻ കുറച്ച് മൗലവിമാരുണ്ട്, അതല്ലെങ്കിൽ അതിനു വേണ്ടി പ്രത്യേകം ചില ടീമുകളുണ്ട്, എനിക്കൊന്നും അത് ബാധ്യതയില്ല എന്നൊരൊറ്റ മുസ്ലിമത്തും ചിന്തിച്ചു പോകരുത്. സഹോദരിമാരെ, കുടുംബങ്ങളിൽ നിങ്ങൾക്ക് ദഅവത്ത് നടത്തണ്ടേ? നിങ്ങളുടെ വീട് നന്നാക്കണ്ടേ? നിങ്ങളുടെ മക്കളെ നന്നാക്കണ്ടേ? നിങ്ങളുമായി ബന്ധപ്പെടുന്നവരോട് ഈ കാര്യം പറയണ്ടേ? ഓ സഹോദരന്മാരെ, നമുക്ക് കിട്ടുന്ന ഒഴിവുവേളകളിൽ നമ്മുടെ സമയവും സന്ദർഭവുമൊക്കെ അള്ളാന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ, ഈ സത്യം ജനങ്ങളോട് പറയാൻ നമുക്ക് ബാധ്യതയുണ്ട് കേട്ടോ. നമുക്കെല്ലാം സുപരിചിതമായ വിശുദ്ധ ഖുർആനിലെ ഒരു കൊച്ചു അധ്യായമല്ലേ സൂറത്തുൽ അസ്ർ. അല്ലാഹു അതിലൂടെ എന്താ പറയുന്നത്? വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. കാലഘട്ടത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പറയുന്നു, സർവ്വ മനുഷ്യരും പരാജയത്തിൽ തന്നെ. വളരെ ഗൗരവമാണ്, വളരെ ഗൗരവമായിട്ട് കേൾക്കണം. അല്ല പറയുകയാണ് നമ്മളോട്, സർവ്വ മനുഷ്യരും പരാജയത്തിൽ തന്നെ. എന്താണ് അള്ളാഹു പരാജയത്തിലാണെന്ന് പറഞ്ഞാൽ അർത്ഥം? അല്ല ഒരാളെ കുറിച്ചവൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? നരകത്തിയാണ്, പരലോകത്ത് നരകത്തിലാണ് എത്തിപ്പെടുക. ആ നരകത്തിയിൽ നിന്ന് മോചനം വേണ്ടേ? എങ്കിൽ അള്ളാഹു അതാ 4 സ്വഭാവമുള്ള ആളുകളെ മാത്രം നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. ആരാണ് രക്ഷപ്പെടുന്നവർ? പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നവർ ആരൊക്കെയാണ്? ഇല്ലല്ലദീന ആമനൂ, വിശ്വസിച്ചവരൊഴികെ. വിശ്വാസം മാത്രമുണ്ടായാൽ മതിയോ? എനിക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, പരലോകത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അമ്പിയാക്കളിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായോ? ആ വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അതെന്റെ പ്രവൃത്തിയിൽ കാണണം. എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഞാനത് പ്രവർത്തിച്ച് കാണിക്കണം. അതാണ് വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരുമൊഴികെ. പിന്നെയും നിങ്ങൾ നോക്കൂ, അത് പറഞ്ഞുകൊണ്ട് ആ സൂറത്ത് അവസാനിപ്പിച്ചിട്ടുണ്ടോ? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരും ചെയ്തവരൊഴികെ എല്ലാവരും പരാജയത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സൂറത്ത് അവസാനിപ്പിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സുപ്പമാരെ, ഉമ്മമാരെ, സഹോദരി സഹോദര, ഒന്ന് ചിന്തിക്ക്. അല്ല ആ അധ്യായം അവിടം കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ
എനിക്കും നിങ്ങൾക്കുമൊക്കെ സമാധാനിക്കാമായിരുന്നു. എന്ത്? ഞാൻ നല്ലവനായാൽ മതി, ഞാൻ വിശ്വാസം കറക്റ്റായാൽ മതി, എന്റെ അമല് നന്നാക്കിയിട്ട് ഞാൻ എന്റെ ശുഗലുമായിട്ട് അങ്ങനെ ജീവിച്ചാൽ മതി, എനിക്ക് സ്വർഗം കിട്ടുമല്ലോ, നരകത്തിയിൽ നിന്ന് എനിക്ക് രക്ഷ കിട്ടുമല്ലോ എന്നെനിക്ക് ആശ്വസിക്കാമായിരുന്നു. ആ സൂറത്ത് അവിടം കൊണ്ട് അവസാനിച്ചിരുന്നുവെങ്കിൽ. പക്ഷേ ആർക്കാണ് ആ സൂറത്ത് മനഃപ്പാഠമില്ലാത്തത്? ഈ ശ്രോതാക്കളിൽ എല്ലാവർക്കും അറിയില്ലേ? അവിടം കൊണ്ടല്ല ആ സൂറത്ത് അവസാനിപ്പിച്ചിട്ടില്ലല്ലോ. 3ഉം 4ഉം ഒരു ഗുണങ്ങൾ പറയുന്നുണ്ട്. താൻ മനസ്സിലാക്കിയ സത്യത്തെ പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവനൊഴികെ. ഈമാനും അമലു സ്വാലിഹാത്തും ഉണ്ടായതുകൊണ്ട് ഞാനും നിങ്ങളും സ്വർഗത്തിലെത്തില്ല. അതുള്ളതിന്റെ കൂടെ നമുക്കുണ്ടാവേണ്ട 3ാമത്തെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഞാൻ മനസ്സിലാക്കിയ ഈമാനും ഞാൻ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളും ഞാൻ മാത്രം ചെയ്ത് സ്വർഗത്തിൽ പോയാൽ പോരാ. ആ ഈമാൻ എന്തെന്നറിയാത്ത, ആ സൽക്കർമ്മങ്ങൾ എന്തെന്നറിയാത്ത ആയിരക്കണക്കിന് ആളുകളില്ലേ എന്റെ പരിസരത്ത്, എന്റെ കുടുംബങ്ങളിലില്ലേ? ആ സത്യം ഞാൻ അവരോട് ശക്തമായി പറയണം, അതിലേക്ക് അവരെ ക്ഷണിക്കണം. അതും ഉണ്ടെങ്കിലേ എനിക്ക് രക്ഷ കിട്ടൂ. അത് പറയുമ്പോ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വരും, ജനങ്ങളോട് ഇങ്ങനെ ഹക്ക് പറയാൻ നടന്നാൽ പലപ്പോഴും പ്രശ്നമാണ്. ഇതുവരെ ചിരിച്ചിരുന്നവർ ചിരി അവസാനിപ്പിക്കും, ഇതുവരെ ലോക്യത്തിലായിരുന്നവർ അത് മുറിച്ചു കളയും, ഇതുവരെ സ്നേഹം കാണിച്ചിരുന്ന ബന്ധുക്കൾ ബന്ധം മുറിക്കും, ഇതുവരെ നല്ല സ്ഥാനമാനങ്ങൾ കിട്ടിയിരുന്ന എനിക്ക് സമൂഹത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും എന്നൊരു ചിന്തയും വരില്ലേ? ആ ചിന്ത കൊണ്ട് ദീന് പറയാതെ നീ ഒരു ഭാഗത്ത് ചടഞ്ഞുകൂടിയിരിപ്പാണെങ്കിൽ രക്ഷയില്ല. 4ാമത് അതാണല്ല പറയുന്നത്, സ്വബറും നിനക്ക് വേണം. സ്വബർ നീ ഉൾക്കണ്ടിട്ടത് പരസ്പരം ഉപദേശിക്കണം. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈമാന് വേണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഞാൻ മനസ്സിലാക്കിയ സൽക്കർമ്മങ്ങളെ ജനങ്ങളോട് ഉപദേശിക്കണം. അത് പറയുമ്പോ ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണമല്ല ഉണ്ടാവുക എന്നുറപ്പിച്ചോളണം. ദീനിന്റെ പ്രബോധന രംഗം എന്ന് പറയുന്നത് ചുവന്ന പരവതാനി വിരിച്ചിട്ട് നമ്മെ സ്വീകരിക്കുന്ന മേഖലയല്ല. അത് അമ്പിയാക്കൾക്കൊന്നും കിട്ടിയിട്ടില്ല. അമ്പിയാക്കൾ ഏറുകൊണ്ടവരാണ്, അവര് കൊലക്കത്തിക്കിരയായവരാണ്, ജനങ്ങൾ അവരെ നാട്ടിൽ നിന്ന് അട്ടിയോടിച്ചവരാണ്, ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവരാണ്. ഈ ദീനിന്റെ രംഗത്ത് ഒരു മുസ്ലിമാണോ നീ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് പ്രയാസങ്ങൾ ഉറപ്പാണ്. പക്ഷേ ക്ഷമിക്കാൻ നിനക്ക് സാധിക്കണം. ക്ഷമയുള്ളവനെ സ്വർഗത്തിൽ കടക്കൂ. സ്വർഗത്തിലേക്കതാ മഹാന്മാരിങ്ങനെ സ്വർഗത്തിലേക്ക് കടന്നു കയറുമ്പോ, സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി മുഅ്മിനീങ്ങൾ ഇങ്ങനെ കടന്നു കയറുമ്പോ അതാ അവരെ സ്വീകരിക്കാൻ അവിടെ നിൽക്കുന്ന സ്വാഗത സംഘം ആരാണ്? മഹാന്മാരായ മലക്കുകളാണ്. ആ മലക്കുകൾ നിങ്ങൾ കേട്ടോ, പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സ്വർഗത്തിലേക്ക് ഇങ്ങനെ മുഅ്മിനീങ്ങൾ കടന്നു വരുമ്പോ മലക്കുകൾ അവരോട് സ്വാഗതം പറയുകയാണ്. സലാമുൻ അലൈക്കും ബിമാ സബർതും. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് രക്ഷയുണ്ടാകട്ടെ, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ. ബിമാ സ്വബർതും, ബിമാ സ്വബർതും, നിങ്ങൾ ഏറെ സഹിച്ചവരാണ്, നിങ്ങൾ ഏറെ ക്ഷമിച്ചവരാണ്. അപ്പൊ സ്വർഗത്തിലെത്താൻ ക്ഷമയുള്ളവർക്കേ പറ്റൂ. സഹിക്കുന്നവർക്കാണ് സ്വർഗം, ക്ഷമിക്കുന്നവർക്കാണ് സ്വർഗം. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കൂക്ക് വിളിക്കുമ്പോഴേക്ക്, അല്ലെങ്കിൽ അവിടെ നടന്നു ഇവിടെ നടന്നു എന്നൊക്കെ പറയുമ്പോ ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിന്ന് മാറിപ്പോകുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ, അതിലേക്കൊന്നും എനിക്ക് താല്പര്യമില്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളണം. അള്ള എന്നോടും നിങ്ങളോടും പറയുന്നു, നിനക്ക് പരലോകത്ത് സ്വർഗം വേണോ, നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടണോ? നീ നന്നായാലും പോരാ, നീ നന്നാകാൻ എന്തൊക്കെ കാരണങ്ങളാണ് നീ പഠിച്ചു മനസ്സിലാക്കിയതെങ്കിൽ അത് നീ പറഞ്ഞേ പറ്റൂ. ആ മാർഗത്തിൽ നിനക്ക് വരുന്ന പ്രയാസങ്ങൾ സഹിച്ചേ പറ്റൂ. ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങൾക്കറിയില്ലേ, പരിശുദ്ധ ഖുർആൻ അതാ ഒരു ഉപ്പയുടെ ചരിത്രം പറയുന്നു. മക്കളെ വളർത്തേണ്ട സമയത്ത് മക്കളെ ആ രൂപത്തിലേക്ക് കൊണ്ടുപോകണം. നിങ്ങൾ നോക്കൂ, ലുഖ്മാൻ എന്ന് പറയുന്ന ഒരു മഹാന്റെ ചരിത്രം ഖുർആൻ പറയുന്നില്ലേ? ആ ലുഖ്മാൻ എന്ന് പറയുന്ന, ആ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാനത
കുട്ടിയോട് ഉപദേശം കൊടുക്കുന്നു, മോനെ ശിർക്ക് ചെയ്യരുത് മോനെ, ശിർക്ക് ഏറ്റവും മഹത്തായ ഏറ്റവും മഹാപാതകമാണ്, കടുത്ത അക്രമമാണ്. ഒരു ബാപ്പ മകന്, ഒരു ഉമ്മ മകൾക്ക് ഉപദേശം കൊടുക്കുമ്പോൾ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് അതാ. മക്കളെ പഠിപ്പിക്കണം. എനിക്ക് ശിർക്കറിയാം, ഞാൻ കുറെ കേട്ടതാണ് പഠിച്ചതാണ്, എനിക്ക് തൗഹീദ് അറിയാം എന്നതുകൊണ്ട് രക്ഷപ്പെടില്ല. നമ്മുടെ മക്കളെ അത് പഠിപ്പിക്കണ്ടേ? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നവരറിയണം. എന്താണ് ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ശിർക്കിന്റെ വകഭേദങ്ങൾ എന്ന് അവരെ ബോധവൽക്കരിക്കണം. ഈ സമൂഹത്തിലുള്ള ചെളിക്കുണ്ടുകൾ എവിടെയൊക്കെയാണെന്ന് അവരോട് പറയണം. ചേറുപുരളാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആ ജനങ്ങൾക്കിടയിൽ ഏതെല്ലാം രൂപത്തിലുള്ള സാംസ്കാരികമായ മോശത്തരങ്ങൾ, അത് മദ്യമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും ആട്ടമാണെങ്കിലും നൃത്തമാണെങ്കിലും അതുപോലെ തന്നെ കലയുടെ പേരിൽ നടക്കുന്ന ഏതെല്ലാം വൃത്തികേടുകളാണെങ്കിലും സ്കൂൾ കലോത്സവങ്ങളുടെ പേരിൽ അരങ്ങേറുന്ന മോശത്തരങ്ങളാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റഡി ടൂർ എന്ന പേരിൽ സ്ഥാപനങ്ങൾ സംഘടിപ്പിക്കുന്ന, നനഞ്ഞാടാൻ വേണ്ടി തീം പാർക്കുകളിലേക്ക് പോകുന്ന അത്തരത്തിലുള്ള എക്സ്കർഷൻ യാത്രകളായിരുന്നാലും ഉമ്മമാരെ ഉപ്പമാരെ നമുക്കൊരു ബാധ്യതയില്ലേ? നമ്മുടെ മകനതിൽ മെമ്പറായിക്കൂടാ, നമ്മുടെ മകളതിൽ മെമ്പറായിക്കൂടാ. അവരും ഇസ്ലാമിന്റെ വരുതിയിൽ വന്നേക്കണം. നമ്മുടെ ബാധ്യതയാണ്, അത് നമ്മുടെ ബാധ്യതയാണ്. നിങ്ങൾ ആ ഉപ്പമോനോട് പറയുന്നത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ, ഇന്ന് പലപ്പോഴും ചില രക്ഷിതാക്കളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇസ്ലാമിക പ്രവർത്തനത്തിന് ഇറങ്ങാൻ കുട്ടികൾക്ക് താല്പര്യമുണ്ടാകുമ്പോൾ പ്രോത്സാഹനം കൊടുക്കാത്തവരാണ് പലരും. അവർ പറയും, നീ കുഴപ്പത്തിനൊന്നും പോകണ്ട, നീ വെറുതെ നിസ്കരിച്ച് നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോയിക്കോ, വീട്ടിൽ നിന്ന് അടങ്ങിയിരുന്നോ, ഒരു പ്രവർത്തന രംഗത്തേക്കും നീയൊന്നും പോകണ്ട, നീ കുഴപ്പത്തിന് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഈ കുഴപ്പം? ദീന് പറയല്ലൊരു കുഴപ്പമായിട്ട് മനസ്സിലാക്കിയ ഉമ്മമാരില്ലേ, ഉപ്പമാരില്ലേ? നിങ്ങൾ നോക്കൂ, ലുഖ്മാൻ എന്ന് പറയുന്ന മഹാനായ നേതാവ് കുട്ടിയോട് പറയുന്നത് കേട്ടോ, യാ ബുനയ്യ അഖിമിസ്സലാ വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. എന്റെ കുഞ്ഞുമോനെ, അഖിമിസ്സലാ, നീ നിസ്കാരം ശരിക്ക് നിർവഹിക്കണേ. നിസ്കരിച്ചോ? പാപ്പ ചോദിക്കുകയാണ് മോനോട്, നീ നിസ്കാരം ശരിക്ക് നിലനിർത്തണം. പിന്നെയോ, നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ അടങ്ങിക്കോന്നല്ല മോനെ, നീ മുസ്ലിമാണ്, നിനക്കൊരു ബാധ്യതയുണ്ട്, നിനക്ക് സ്വർഗം വേണ്ടേ? നീ നിസ്കരിക്കാൻ പോയത്, പള്ളിയിലേക്ക് സുബഹിക്ക് പോയത് നിനക്ക് സ്വർഗം കിട്ടാനല്ലേ? നിന്റെ അയൽക്കാർക്ക് സ്വർഗം വേണ്ടേ? നിന്റെ ഉപ്പാക്ക് ആ സ്വഭാവമില്ലെങ്കിൽ ഉപ്പക്ക് സ്വർഗം വേണ്ടേ? ഉമ്മാക്ക് സ്വർഗം വേണ്ടേ? മറ്റുള്ളവർക്കൊക്കെ സ്വർഗം കിട്ടണ്ടേ? അതുകൊണ്ട് എന്റെ മോനോട് ആ ബാപ്പ പറയുകയാണ്, മോനെ, നീ നമസ്കാരം നിലനിർത്തിയാലും മാത്രം പോരാ, അതുകൊണ്ട് മാത്രം നീ രക്ഷപ്പെടില്ല. വഅ്മുർ ബിൽ മഅറൂഫ്, നല്ല കാര്യം ജനങ്ങളോട് എന്റെ മോൻ കൽപ്പിക്കണേ. വൻഹ അനിൽ മുൻകരി, സമൂഹത്തിൽ വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ കണ്ടാൽ എന്റെ മോൻ അതിനെ തടയണേ. മോൻ ഇങ്ങോട്ട് നിസ്കരിച്ച് വീട്ടിലേക്ക് വന്നോ എന്നല്ല, മോനെ നല്ല സദസ്സുണ്ടെങ്കിൽ പങ്കെടുത്തോളണം. ഇസ്ലാം ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വേദികൾ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു പോസ്റ്റർ ഒട്ടിക്കാനുണ്ടെങ്കിൽ എന്റെ മോൻ ഇറങ്ങണം. അതിലൊരു അനൗൺസ്മെന്റിൽ പോകാനുണ്ടെങ്കിൽ എന്റെ മോൻ പോകണം. അതിനൊന്ന് വണ്ടി ഓടിച്ചിട്ട് സഹായിക്കാനുണ്ടെങ്കിൽ എന്റെ മോൻ പോകണം. സാമ്പത്തിക സഹായം വേണമെങ്കിൽ എന്റെ മോൻ ചെയ്യണം. ഇസ്ലാമിക പ്രവർത്തനം ബാധ്യതയാണ് മോനെ. നല്ല കാര്യത്തിന് കൂട്ടുനിൽക്കണം, വെറുക്കപ്പെടുന്ന കാര്യങ്ങളിൽ പങ്കെടുത്തു പോകരുത്, അതിനെ ആവുന്ന രൂപത്തിൽ എതിർക്കണം മോനെ. അത് പറഞ്ഞപ്പോൾ ആ ഉപ്പ പോലും കുട്ടിയോട് പറയുന്ന അടുത്ത വാചകം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. എന്താണ് ആ കാര്യം? മോനെ, നിസ്കരിക്കാൻ പോകുന്നത് പോലെ എളുപ്പമുള്ള കാര്യമല്ല ദീനിന്റെ പ്രവർത്തനം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ആവർത്തിച്ചു പറയാണ്, ദീനിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നിസ്കാരം പോലെ സക്കാത്ത് പോലെ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല, ആപേക്ഷികമായി അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല. ഈ രംഗത്തേക്ക് ഇറങ്ങണമെങ്കിൽ നല്ല ത്യാഗം വേണം, പ്രയാസങ്ങൾ സഹിക്കണം. മോനെ, നീ നിസ്കരിച്ചോളണം, നീ നല്ല കാര്യം കൊണ്ട് ജനങ്ങളെ ഉപദേശിക്കണം, ചീത്തയായ കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളെ തടയണം എന്ന് ബാപ്പ മകനോട് പറഞ്ഞപ്പോ ഉടനെ പറയുകയാണ്, മോനെ, ഈ രംഗത്തേക്ക് ഇറങ്ങുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല കേട്ടോ, എതിർപ്പുകൾ ഉണ്ടാകും മോനെ.
പ്രയാസങ്ങളുണ്ടാകും, ജനങ്ങളിൽ നിന്ന് എതിർപ്പുണ്ടാകും, ജനങ്ങളിൽ നിന്ന് പീഡനങ്ങളുണ്ടാകും, ജനങ്ങളിൽ നിന്ന് പ്രയാസങ്ങളുണ്ടാകും. എന്റെ മോൻ അതൊന്നും കണ്ട് പേടിച്ചു പോകണ്ട. വസ്ബിർ അലാ മാ അസാബക, ഈ മാർഗത്തിൽ ഇറങ്ങുമ്പോ എന്റെ മോന് എന്തെങ്കിലും പ്രയാസം വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ, സഹിക്കണേ. അങ്ങനെ സഹിക്കലും ക്ഷമിക്കലുമൊക്കെയാണ് കാര്യങ്ങളിൽ ധീരമായ നിലപാട്. അതല്ലാതെ ഞാനൊന്നിനുമില്ലെന്ന് പറഞ്ഞിട്ട്, ഞാൻ എൻ്റെ കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദീനീ പ്രവർത്തനത്തിൽ സഹകരിച്ചു കൊടുക്കാതെ അതൊക്കെ വേറെ ആരുടെയോ തൊഴിലാണെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാൻ മുൻഗാമികളായ ഉമ്മമാര് മക്കളെ സമ്മതിച്ചിട്ടില്ല, ഉപ്പമാര് സമ്മതിച്ചിട്ടില്ല. ഖുർആനി ചരിത്രമൊക്കെ പറയുന്നത് നമുക്ക് മാതൃകയാണ് രക്ഷിതാക്കളെ. നമ്മൾ ചിന്തിക്കണം, വരുന്ന തലമുറ, നമ്മുടെ മക്കള്, അവർക്ക് ഇതിനോടൊന്നും താല്പര്യമില്ലാന്നോ? ഞാൻ വളരെ ഉഷാറാണ്, പക്ഷേ മതിയോ? അവർക്ക് ഈ സത്യം പറഞ്ഞു കൊടുക്കണ്ടേ? അതാ സുബഹിക്ക് ഉപ്പ പള്ളിയിലേക്ക് ടോർച്ചുമെടുത്ത് പോവുകയാണ്, മകനതാ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ ഞാൻ എന്തിനാ ഈ സുബഹിക്ക് തണുപ്പത്തും ചൂടത്തും പള്ളിയിലേക്ക് പോയത്? എനിക്ക് സ്വർഗം കിട്ടാനല്ലേ? സ്വർഗം കിട്ടാൻ വേണ്ടി ടോർച്ചും എടുത്തുകൊണ്ട് ഞാൻ പ്രയാസപ്പെട്ട് പള്ളിയിലേക്ക് സുബഹിക്ക് പോകുമ്പോ എന്റെ മകൻ കിടന്നുറങ്ങുന്നു, എന്റെ അതുപോലെ തന്നെ ഭാര്യ നിസ്കാരത്തിന് എഴുന്നേൽക്കാതെ ഉറങ്ങുകയാണെങ്കിൽ എനിക്ക് സ്വർഗം മതി, എന്റെ മക്കനത് വേണ്ട എന്നാരെങ്കിലും ചിന്തിക്കുമോ? വിളിച്ചുണർത്തണ്ടേ, നിസ്കാരത്തെ കുറിച്ച് പറയണ്ടേ? അങ്ങനെ ഇസ്ലാമിന്റെ ഏതെല്ലാം കാര്യങ്ങളിൽ ഞാൻ എനിക്ക് രക്ഷപ്പെടണമെന്ന് മോഹിക്കുന്നുവോ അതേ ആഗ്രഹം, അതേ മോഹം, അതേ ഗുണകാംക്ഷ മനസ്ഥിതി എനിക്കെന്റെ കുടുംബത്തോട് വേണം, അയൽക്കാരോട് വേണം, ബന്ധുക്കളോട് വേണം. അതാണ് മതം ഗുണകാംക്ഷയാണെന്ന് പറയുമ്പോ മുസ്ലിമേ, മതം ഗുണകാംക്ഷയാണെങ്കിൽ ആ മതത്തിലെ മെമ്പറായ ഞാനും നിങ്ങളും മറ്റുള്ളവരോട് ഗുണകാംക്ഷയുള്ളവരായിരിക്കണം, മറ്റുള്ളവർക്കും നന്മ വരണം എന്ന മോഹമുള്ളവനാകണം. അത് നമ്മുടെ ബാധ്യത തന്നെ. അത് നിർവഹിക്കാത്തവൻ പരാജയത്തിലാണ് എന്നാണ് സൂറത്തുൽ അസ്റിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, മുജാഹിദുകൾ എന്ന് രാജ്യത്തൊട്ടാകെ കയ്യേറ്റം ചെയ്യപ്പെടുകയാണ്. നിങ്ങൾക്കറിയാമോ, വല്ലപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്ത് മുസ്ലിയാക്കന്മാർ ഇന്ന് സമൂഹത്തിൽ കൊണ്ട് നടക്കുന്ന മാലമൗലീദുകളുടെ എല്ലാ ക്ഷുദ്രകൃതികളെയും അവിടെ നടന്ന ഒരു സംവാദത്തിന്റെ ചർച്ചയിലൂടെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ തൊലിയുരിച്ച് കാണിക്കപ്പെടാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബത്തിന്റെ പേരിൽ ചൊല്ലി വരുന്ന മൗലിദുകൾ പോലും പലതും അംഗീകരിക്കാൻ സാധിക്കാതെ ഉൾവലിഞ്ഞ ആ പ്രദേശത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കൂട്ടം കൂട്ടമായി കടന്നു വന്ന ഒരുപാട് പണ്ഡിതന്മാർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ ഒരു പണ്ഡിത സംഘടനം, ഒരു പണ്ഡിത സമ്മേളനം സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ അതിൽ വിരളി പൂണ്ടിട്ട് അപ്പുറത്തുള്ള വിഭാഗത്തിലെ ചില കക്ഷികൾ അവിടെ വന്ന് പരിപാടി നടത്തി. മുജാഹിദുകളൊന്നും ചെയ്തിട്ടില്ല. മുജാഹിദുകൾ ഒരു സ്ഥലത്തും കയ്യേറ്റം ചെയ്യാൻ പോകാറില്ല, പരിപാടികൾ അലങ്കോലപ്പെടുത്താൻ പോകാറില്ല. ആ പരിപാടിയെ സംബന്ധിച്ച് വിശദമായി പിന്നെയും ഒരു പരിപാടി വെച്ചപ്പോ കല്ലേറ് കൊണ്ട് തകർക്കാനല്ലേ നോക്കിയത്, ജനങ്ങളെ കയ്യേറ്റം ചെയ്യാനല്ലേ നോക്കിയത്. ഇതൊരു വല്ലപ്പുഴയുടെ മാത്രം ചരിത്രമല്ല. ഒട്ടേറെ സ്ഥലങ്ങളിൽ നിന്ന് മുജാഹിദുകളുടെ പരിപാടികൾ, അതാ ശത്രുത വെച്ചുകൊണ്ട് നടക്കുന്ന കക്ഷികൾ, ഖബറിനെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷികൾ, ഖബർ ആരാധനക്ക് ആയത്തോരുന്ന കക്ഷികൾ, ആ രൂപത്തിലുള്ള വിശ്വാസ കർമ്മങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന കക്ഷികൾ കയ്യേറ്റം ചെയ്യുന്നു. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ പ്രസ്ഥാനത്തെ ആരെങ്കിലും അങ്ങനെയൊക്കെയെങ്കിലും ഒതുക്കാമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ, നശിപ്പിക്കാമെന്ന് വിചാരിച്ചുവെങ്കിൽ അവർക്ക് തെറ്റിപ്പോയി. ഈ സത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും നിലനിർത്തും കേട്ടോ. അത് നിലനിൽക്കും. പക്ഷേ എന്ത് വേണം? അല്ലാഹ് അവന്റെ ദീന് നിലനിർത്തും. അത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തും. പക്ഷേ എനിക്കും നിങ്ങൾക്കും ഒരു ബാധ്യതയുണ്ട്. ഈ ദീനിനെ കൃത്യമായി അറിയണം, അത് മനസ്സിലാക്കണം. അതെന്റെ കുടുംബത്തിൽ ഉണ്ടാകണം, എൻ്റെ മക്കളിൽ ഉണ്ടാകണം, എൻ്റെ നാട്ടുകാരിൽ ഉണ്ടാകണം. പറയേണ്ട ബാധ്യതയാണ് നമുക്കുള്ളത്. സ്വീകരിക്കലും അല്ലാത്തതുമൊന്നും അമ്പിയാക്കളും പ്രശ്നമാക്കിയിട്ടില്ല. നിങ്ങൾ നോക്കൂ, നാളെ പരലോകത്ത് മഹ്ശറിൽ എത്തിക്കഴിഞ്ഞാൽ ഒരൊറ്റ നബിമാരോട് പോലും അല്ലാഹ് ചോദിക്കുന്നതല്ല നിങ്ങൾക്ക് എത്ര പേരെ നന്നാക്കാൻ കഴിഞ്ഞു. ചിലരൊക്കെ അങ്ങനെ പറയാറുണ്ട്. നമ്മളിത് പറഞ്ഞിട്ട് എന്താ കാര്യം, ജനങ്ങളൊന്നും നന്നാകണില്ല. ഞാൻ എത്ര പറഞ്ഞു നോക്കി, വീട് നന്നായില്ല, നാട് നന്നായില്ല. പോകട്ടെ,
പക്ഷേ പറയുന്ന നമ്മുടെ മനസ്സിൽ എല്ലാവരും നന്നാകണമെന്ന നിയ്യത്താണ് വേണ്ടത്. അമ്പിയാക്കൾ പറഞ്ഞത് കേട്ടില്ലേ, വഅനലകും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷയോടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം, ഞാൻ നിങ്ങളെ ചതിക്കുന്നവനല്ല എന്നൊക്കെ അമ്പിയാക്കൾ പറഞ്ഞില്ലേ. എന്നിട്ട് എത്രയോ അമ്പിയാക്കൾക്ക് എത്ര ആളുകളെയാണ് കിട്ടിയത്. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മഹ്ശറിൽ ചില നബിമാര് വരുമ്പോ അവരുടെ കൂടെ ആരുമില്ല. ചില നബിമാരുടെ കൂടെ 2 ആളുണ്ട്, ചില നബിമാരുടെ കൂടെ 4 ആളുണ്ട്, ചില നബിമാരുടെ കൂടെ 8ഉം 10ഉം ഒക്കെ അനുയായികളെ ഉള്ളൂ. എന്തേ കാരണം? അവര് പറഞ്ഞിട്ടൊന്നും ജനങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് നബിമാർക്ക് വല്ല കുഴപ്പവുമുണ്ടോ? അമ്പിയാക്കൾക്ക് വല്ല തകരാറുമുണ്ടോ? ഇല്ല എന്ന് മനസ്സിലാക്കണം. സർവ്വ അമ്പിയാക്കൾക്കും എത്രേ ഉത്തരവാദിത്തമുള്ളൂ? ഇല്ലൽ ബലാഗ്, ഈ സത്യത്തെ എത്തിച്ചു കൊടുക്കലേ ഉത്തരവാദിത്തമുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്കും ആ ബാധ്യതയേ ഉള്ളൂ. സത്യം മനസ്സിലാക്കിയിട്ടത് ജനങ്ങളോട് പറയുക. സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും അള്ളാന്റെ തീരുമാനമാണല്ലോ. അതുകൊണ്ട് നന്നാകണം ജനങ്ങൾ എന്ന ബോധത്തോടുകൂടി ഈ സത്യം നമ്മൾ പറയേണ്ടതുണ്ട്. നന്നാക്കേണ്ടത് അള്ളയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നടന്നിരുന്ന അബൂ താലിബ്, റസൂലുള്ളാഹിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്ന അബൂ താലിബ്, നബി തങ്ങൾ പറഞ്ഞത് കേട്ടില്ലല്ലോ. ആ മനുഷ്യൻ മരിക്കുന്ന നേരത്ത് പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് പറഞ്ഞു നോക്കിയില്ലേ, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണേ. മരണത്തിന്റെ നേരത്തും റസൂലുള്ള ഓതിക്കൊടുത്തില്ലേ. പക്ഷേ അബൂ താലിബ് മുസ്ലിമാകാതെ കാഫിറായി തന്നെ മരിച്ചു. ദരിദ്രങ്ങൾ വിഷമിച്ചു, അവിടുത്തെ മനസ്സിൽ വേദന തോന്നി. ആ അവസരത്തിൽ ജിബ്രീൽ കൊണ്ടുവരുന്നു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ഓ നബിയേ, നീ ഉദ്ദേശിക്കുന്നവരെ, നീ ഇഷ്ടപ്പെടുന്നവരെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ നിനക്ക് സാധ്യമല്ല. അല്ലാഹു അത്രേ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ മനസ്സിൽ വേണം. സത്യം ആരോട് പറയുമ്പോഴും, നമ്മൾ ആരോട് സത്യം പറയുന്നുവോ, വഴലു പറയുന്നോ, പ്രസംഗിക്കുന്നോ, ലേഖനം എഴുതുന്നോ, ഒരാളോട് ഫോണിൽ സംസാരിക്കുന്നോ, ഒരാൾക്കൊരു CD കൊടുക്കുന്നോ, ഒരാൾക്കൊരു നോട്ടീസ് കൊടുക്കുന്നോ, നമ്മളൊരു നോട്ടീസ് ഒട്ടിക്കുന്നുവോ, ഒരു കാര്യം അനൗൺസ് ചെയ്യുന്നുവോ, ഒരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുന്നുവോ, നമ്മുടെ മനസ്സിലെ നിയത്ത് എന്താണ്? അള്ളാന്റെ അടുക്കൽ കൂലി കിട്ടണം, ഈ നാട്ടുകാർ നന്നാവണം. പക്ഷെ അവർ നന്നായില്ലെങ്കിലോ എനിക്ക് വല്ല ശിക്ഷയുണ്ടോ? ഇല്ല. അതെന്റെ ഡ്യൂട്ടിയല്ല, അത് നിങ്ങളുടെ ഡ്യൂട്ടിയല്ല, അത് അമ്പിയാക്കളുടെയും ഡ്യൂട്ടി ആയിരുന്നില്ല. അവരൊക്കെയും ജനങ്ങളോട് സത്യം കേൾപ്പിച്ചവരാണ്. നാളെ മഹ്ശറിലെത്തിയാൽ എന്നോടും നിങ്ങളോടുമൊക്കെ ചോദിക്കുന്നത്, നീ പറഞ്ഞിട്ട് എത്ര പേര് നന്നായടോ? എത്ര പേരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ നിനക്ക് സാധിച്ചു? കൊണ്ടുവരൂ അവരുടെ ലിസ്റ്റ് എന്നുള്ള ചോദിക്കുകയില്ല. മറിച്ച് എത്ര പേരുടെ കാതിൽ ഈ സത്യം നീ എത്തിച്ചു കൊടുത്തു? ആ ചോദ്യം പാവപ്പെട്ട എന്നോടുണ്ട്, നിങ്ങളോടുമുണ്ട്, നിങ്ങളോടുമുണ്ട്. ആരും അതിൽ നിന്നൊഴിവല്ല. അത് മനസ്സിലാക്കണം. വെച്ച കാലം മുമ്പോട്ട് വെക്കാൻ റബ്ബ് അനുവദിക്കുകയില്ല അവന്റെ കോടതിയിൽ. മഹ്ശറിൽ വെച്ച കാലം മുന്നോട്ട് അനക്കണമെങ്കിൽ ഒരു 4 കാര്യത്തിന് മറുപടി പറഞ്ഞേ പറ്റൂ. നിന്റെ ആയുഷ്കാലം എന്തിനു വേണ്ടി ചെലവഴിച്ചടോ? നിനക്ക് പണം തന്നു, നീ ഏത് മാർഗത്തിൽ ചെലവഴിച്ചടോ? നീ ഒരുപാട് പറയു പഠിച്ചില്ലേ, എന്നിട്ട് നീ അത് എന്ത് മാർഗത്തിൽ ചെലവഴിച്ചു? നീ അതുകൊണ്ട് പ്രവർത്തിച്ചുവോ? അതുപോലെ തന്നെ നിന്റെ ആരോഗ്യം നീ എന്തിനു ചെലവഴിച്ചു? യൗവനം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? ചോദ്യത്തിന് മറുപടി പറയാതെ ഒരൊറ്റ മനുഷ്യനും വെച്ച കാലം മുമ്പോട്ടനക്കാൻ പരലോക കോടതിയിൽ സാധ്യമല്ല. ഇതെന്റെ ശ്രോതാക്കൾ മനസ്സിലാക്കണം. അതാ മതം ഗുണകാംക്ഷ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മതം ഗുണകാംക്ഷ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാ. എന്ത്? ഞാൻ നന്നായപ്പോൾ എല്ലാവരും നന്നാവണം. ആ ബോധത്തോടെ ഇറങ്ങി പ്രവർത്തിച്ചേ പറ്റൂ, ഇറങ്ങി പ്രവർത്തിച്ചേ പറ്റൂ. ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമാണ്,
വ്യത്യസ്തമായ കഴിവുകൾ വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ദീനിനെ സഹായിക്കേണ്ടതുണ്ട്. അള്ളാഹിന്റെ സഹായം കിട്ടണോ? ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അള്ളാഹിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹ്ക്ക് നമ്മുടെ സഹായം വേണോ? അവൻ അന്യാശ്രയനല്ലേ, അവൻ നിരാശ്രയനല്ലേ. അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുടെ ദീന് വളരാൻ ആവശ്യമായ മേഖലയിലേക്ക് എന്റെ കഴിവ് ഞാൻ ഉപയോഗപ്പെടുത്തലാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയ കഴിവുകൾ വ്യത്യസ്തമാണ്. ആ കഴിവുകളൊക്കെ അള്ളാഹിന്റെ ദീൻ ഇവിടെ വളരാൻ ഉപയോഗപ്പെടുത്തലാണ്. അള്ളാഹിനെ സഹായിക്കൽ എന്ന് പറഞ്ഞാൽ ആ രംഗത്തേക്ക് ഇറങ്ങിയാൽ യൻസുറുക്കും, അള്ളാഹ് നിങ്ങളെ സഹായിക്കുന്നതാണ്. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാലുകൾ അല്ലാഹു ഉറപ്പിച്ചു നിർത്തുന്നതാണ്. നിങ്ങൾക്ക് ധൈര്യം കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, മതം ഗുണകാംക്ഷയാണെന്ന് പറയുമ്പോൾ നമ്മൾ അറിയുക, ഗുണകാംക്ഷ നിർഭരമായ മനസ്സോടെയാണ് നമ്മൾ സത്യമറിയേണ്ടത്, പഠിക്കേണ്ടത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഒരു മറുവശം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ആ മറുവശം? ഗുണകാംക്ഷികളുടെ റോളിൽ പലരും രംഗത്ത് വരും. ഗുണകാംക്ഷികളുടെ റോളിൽ ചിലരൊക്കെ രംഗത്ത് വന്നിട്ട് പറയും, ഞാൻ നിങ്ങൾക്ക് ഗുണമാ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഇസ്ലാമിൽ വിരുദ്ധമായ കാര്യങ്ങൾ അവർ ജനങ്ങളോട് പറയും. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, എത്ര ഗൗരവമായ വിഷയമാണ്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ചില സംഘടനകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അവർ ജനങ്ങളോട് കയറിയിട്ട് ചില കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് അവരോട് പറയും, ഞങ്ങൾ നിങ്ങളുടെ നന്മക്കാ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ സിനിമ കണ്ടോ, നിങ്ങൾ സീരിയലൊക്കെ കണ്ടോ, കലയുടെ പേരിൽ നിങ്ങൾ നാടകമുണ്ടാക്കിക്കോ, സിനിമയുണ്ടാക്കിക്കോ, അങ്ങനെ പലതും നിങ്ങൾ ചെയ്തോ, സംഗീതം കേട്ടോളൂ, ആസ്വദിച്ചോളൂ, നാടകം നടത്തിക്കോളൂ, ഡാൻസ് നടത്തിക്കോളൂ. അങ്ങനെ പലതും വന്നുകൊണ്ട് ഉപദേശിക്കും. അതിനൊന്നും ഒരു തെറ്റില്ല. അതൊക്കെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ആനന്ദിക്കാനുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നല്ലത് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ ഇതിനെ ഹലാലാക്കാൻ വരും. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇബ്ലീസ് മനുഷ്യനെ പഴപ്പിക്കാൻ വരുമ്പോ ഗുണകാംക്ഷയുള്ള വർത്തമാനങ്ങളും അവൻ പറയാറുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ഹവ്വാ റളിയല്ലാഹു അൻഹാ, ആ നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്തേക്ക് ഇബ്ലീസ് വരുന്ന രംഗം അതാ അള്ളാഹു അവരോട് പറഞ്ഞിരുന്നല്ലോ, ആ വിലക്കപ്പെട്ട കനി നിങ്ങൾ ഭക്ഷിച്ചു പോകരുത്, ആ മരത്തോട് നിങ്ങൾ അടുക്കരുത് എന്ന് നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും പറഞ്ഞ് അവരെ സ്വർഗത്തിൽ പാർപ്പിച്ച നേരത്തതാ ഇബ്ലീസ് വന്നുകൊണ്ട് നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും പറയുന്നു, നിങ്ങൾക്കിവിടെ എന്നെന്നും കഴിയണോ, നിങ്ങൾക്കിവിടെ എന്നെന്നും കഴിയണോ, സ്വർഗത്തുനിന്ന് പുറത്തു പോകാതെ എന്നും നിങ്ങൾക്കിവിടെ കഴിയണമെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. കണ്ടോ, രക്ഷകന്റെ റോളിൽ വരികയാണ് ഇബ്ലീസ്. രക്ഷകന്റെ റോളിൽ വന്ന് ഉപദേശിക്കുകയാണ്. എന്നിട്ടവൻ പറയുകയാണ്, ഞാൻ നിങ്ങൾക്കിതാ എല്ലാ രൂപത്തിലുള്ള സഹായവും വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾക്ക് അധികാരം ഇവിടെ എന്നെന്നും കിട്ടും, ഒരിക്കലും നശിച്ചു പോകാത്ത അധികാരം നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇബ്ലീസ് അവസാനം പറയുന്നു, അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നു, വഖാസമഹുമാ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ. നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും ശൈത്താൻ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു. എന്താ സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്? ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് തന്നെ, നിങ്ങളോട് എനിക്ക് ഗുണകാംക്ഷ മാത്രമാണ്. കണ്ടോ, ഗുണകാംക്ഷിയുടെ റോളിൽ നരകത്തിലേക്ക് നയിക്കുന്ന ശൈത്താൻ ആ നിലക്കഥ അവിടെ വന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അങ്ങനെ മദ്യം അനുവദനീയമാണെന്ന് പറയുന്ന കക്ഷികളില്ലേ, അശ്ലീലങ്ങൾ അനുവദനീയമാണെന്ന് പറയുന്ന കക്ഷികളില്ലേ, തോന്നിവാസങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന കക്ഷികളില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, എന്റെ സമൂഹത്തിലതാ കുറെ കക്ഷികൾ രംഗത്ത് വരാനുണ്ട്. ചില ആളുകൾ യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ, മദ്യം അനുവദനീയമാണെന്ന് പറയുന്ന കക്ഷികൾ രംഗത്ത് വരും.
അതുപോലെ തന്നെ പരസ്ത്രീ ഗമനം അഥവാ വ്യഭിചാരത്തെ ഹലാലാക്കി കൊടുക്കുന്ന കക്ഷികൾ വരും. അതുപോലെ തന്നെ പുരുഷൻ സിൽക്ക് വസ്ത്രം ധരിക്കുന്നത് തെറ്റല്ലെന്ന് പറഞ്ഞ് ഹലാലാക്കി കൊടുക്കുന്ന ആളുകൾ വരും. അതുപോലെ തന്നെ വൽ മആസിഫ, സംഗീതോപകരണങ്ങൾ ഹലാലാക്കി കൊടുക്കുന്ന ആളുകളും വരും. പ്രിയപ്പെട്ടവരെ, ഇന്നീ സമുദായത്തിന്റെ കക്ഷികളതാ ഈ മ്യൂസിക്കിന്റെ പിടുത്തത്തിലാണ്, സംഗീതത്തിന്റെ ലോകത്താണ്, സിനിമകളുടെ ലോകത്താണ്, സീരിയലുകളുടെ ലോകത്താണ്. അടുത്തു പോകണ്ട. എന്റെ ഈ പ്രിയപ്പെട്ട ഈ ഇരിക്കുന്ന ഉമ്മമാരോട്, സഹോദരിമാരോട് പറയട്ടെ, നിങ്ങൾക്കാണ് വലിയ ബാധ്യത. നമ്മുടെ വീട് ഇസ്ലാമികമാവട്ടെ. നമ്മുടെ വീട്ടിൽ സിനിമ വേണ്ട, നമ്മുടെ വീടുകളിൽ സീരിയൽ വേണ്ട, നമ്മുടെ വീട്ടിൽ ഇബ്ലീസിന് സന്തോഷമുള്ള ഒരു പ്രവൃത്തിയും വേണ്ട. തീരുമാനമെടുക്കേണ്ടത് കുടുംബനാഥകളാണ്. അള്ളാന്റെ സഹായം വേണോ? വീടിന്റെ അന്തരീക്ഷം സുഖകരമാകണോ? ഭാര്യാഭർത്താക്കൾക്കിടയിൽ പ്രശ്നമില്ലാതിരിക്കണോ? മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതെ ആ രൂപത്തിലുള്ള അധപ്പതനത്തിലേക്ക് പോകാതിരിക്കണോ? എന്ത് വേണം? വീട് സമാധാനപരമായിരിക്കണം. അതിന് ഇസ്ലാമിൽ വിരുദ്ധമായ എല്ലാ കാര്യങ്ങളെയും ഒഴിവാക്കേണ്ടതുണ്ട്. നമുക്ക് ഏറ്റവും വലിയ നിഷ്കളങ്കമായ നമ്മുടെ സമീപനം അള്ളാഹുവിനോടാണ്, അവന്റെ റസൂലിനോടാണ്, അള്ളാന്റെ കിതാബിനോടാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ നേതാക്കളോടും വേണം, അതുപോലെ തന്നെ സർവ്വജനങ്ങളോടും നമുക്ക് വലിയ ഗുണകാംക്ഷ വേണമല്ലോ. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, നമുക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ അതിനേറ്റവും പ്രധാനപ്പെട്ട സംഗതിയല്ലേ അള്ളാനെ സ്നേഹിച്ചോളണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മഹബ്ബത്തുണ്ടായിക്കോളണം. അതല്ലേ നബി തങ്ങൾ പറഞ്ഞത്, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. മൂന്ന് കാര്യങ്ങൾ ഏതെങ്കിലും മനുഷ്യരിൽ ഉണ്ടെങ്കിൽ, മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായി തീർന്നാൽ വജദ ബിഹിന്ന, അത് മുഖേന മനുഷ്യന് കിട്ടിക്കഴിഞ്ഞു ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മധുരം കിട്ടിക്കഴിഞ്ഞു. ഈമാനിന്റെ മധുരം എന്റെയും നിങ്ങളുടെയും ഹൃദയാന്തരാളത്തിലേക്ക് കിട്ടണോ? മൂന്ന് സ്വഭാവങ്ങൾ വേണമെന്നാ പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സ്വഭാവം എന്താണ്? അൻയകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളയും അവന്റെ റസൂലുമായിരിക്കണം ഒരു മനുഷ്യന് മറ്റെല്ലാവരെക്കാളും ഏറ്റവും പ്രിയങ്കരമായത് അള്ളാഹിനോടുള്ള മഹബ്ബത്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്താണ്. അതുണ്ടോ? നമുക്കതുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? ആലോചിക്കേണ്ടതില്ലേ? അതാ ഈ മാസമായപ്പോ ചിലരൊക്കെ പറയുന്നു, ഞങ്ങൾക്കാണ് നബിതങ്ങളോട് മഹബ്ബത്തുള്ളത്. മുജാഹിദേ, നിനക്ക് നബിതങ്ങളോട് മഹബ്ബത്തില്ല, നീ നബിദിനം ആഘോഷിക്കുന്നില്ലല്ലോ, നീ നബിതങ്ങളുടെ മദ്ഹിന് എതിരല്ലേ, നബിതങ്ങളുടെ സ്വലാത്തിനെതിരല്ലേ, അള്ളാന്റെ റസൂലിനെ വിമർശിക്കുന്ന കക്ഷികളല്ലേ, ദിനേന നബിതങ്ങൾ നൂറുകണക്കിന് തെറ്റ് ചെയ്യുന്നവരാണെന്ന് വിശ്വസിക്കുന്നവരല്ലേ. എത്ര കളവാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രചരിപ്പിച്ചത്. നബിദിനാഘോഷത്തിന് നമ്മൾ എതിര് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് എതിര്? എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്തില്ലാത്തത് കൊണ്ടാണോ? മഹബ്ബത്തുള്ളത് കൊണ്ട് തന്നെയാണ്. അവിടുന്ന് പഠിപ്പിക്കാത്ത ഒന്ന് നമുക്ക് വേണ്ട, അവിടുന്ന് നമ്മോട് ആചരിക്കാൻ പറഞ്ഞതല്ലാത്ത ഒന്ന് നമുക്ക് വേണ്ട. നബി തങ്ങളോടുള്ള മഹബ്ബത്ത്, ആ മഹബ്ബത്ത് ഉണ്ടെങ്കിലേ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും പരലോകത്ത് രക്ഷപ്പെടാനാകൂ. അള്ളാഹിനോടുള്ള മഹബ്ബത്ത് വേണം, റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് വേണം. അതിനെന്താണ് ഖുർആൻ പറഞ്ഞ ഒരു മാർഗം? എന്താണ്? ഖുൽ നബിയെ പറയൂ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നബിയെ പറയൂ, ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കൂ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്. ഞാനും നിങ്ങളുമൊക്കെ കേൾക്കുന്ന ആയത്തല്ലേ? നമ്മളോട് അല്ലാഹു തആല ചോദിക്കുകയാണ്,
പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അതല്ലേ നമ്മുടെ ആഗ്രഹം, അതല്ലേ നമ്മുടെ മോഹം, അതിനല്ലേ നമ്മുടെ പ്രാർത്ഥന, എങ്കിൽ അള്ളാഹ് അതിന് മാർഗം പറഞ്ഞു തരുന്നു. നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നവരാണോ എങ്കിൽ എന്നിൽ എന്ത് വേണം, നിങ്ങളിൽ എന്ത് വേണം, സർവ മനുഷ്യരിലും എന്ത് വേണം? ഫത്തബിഊനി, നബിയായ എന്നെ പിൻപറ്റൂ, നബിയായ എന്നെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കൂ. എങ്കിൽ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരികയും ചെയ്യുന്നതാണ്.